ആ ശിവശക്തി ഐക്യത്തിൽ സ്വപ്നങ്ങളുടെ മുഴുവൻ സൃഷ്ടി, വാരി വിതറിയ സ്വപ്നങ്ങളുടെ കേന്ദ്രമായി ഗാർഹസ്ഥ്യം. ഒരു സൃഷ്ടിക്കും അടുത്ത സൃഷ്ടിക്കുമിടയിൽ സൃഷ്ടികർത്താവിന് സൃഷ്ടിയെ ആസ്വദിക്കാൻ പോലും നേരമില്ലാതാവുക. അത്ര തിരക്കേറിയ സൃഷ്ടിയാണ് അവിടെ നടക്കുന്നത്. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഗാർഹസ്ഥ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് മാത്രമൊന്നുമല്ല നിങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരു നിമിഷം ഒരു ഗൃഹസ്ഥനോടെ തിരുന്നാൽ എത്രത്തോളമാണ് സൃഷ്ടിക്കുന്നത്. സൃഷ്ടിയുടെ സ്വപ്നങ്ങളുണ്ടോ ഗാർഹസ്ഥ്യം ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരിടത്ത് എന്നാൽ അത് ശരിയായിട്ടില്ല, ഇങ്ങനെ വേണമെന്ന് തോന്നലുണ്ടോ ഗാർഹസ്ഥ്യം ഉള്ളിലുണ്ടെന്ന് വിചാരിക്കണം. ആ ഭാര്യ ശരിയല്ല, ഭർത്താവ് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ ഒരു ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട് എന്ന് തീരുമാനിക്കണം. ഒന്ന് പെണ്ണ് കെട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സന്യാസിക്കാണ് സങ്കല്പമെങ്കിൽ തൽക്കാലം ആ തുണി കുടക്കി കൊടുത്തിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞൊന്ന് സ്വീകരിച്ചാൽ മതി, കുഴപ്പമില്ല. തിരിച്ചുവരവില്ലാത്ത ലോകമില്ലല്ലോ. കാരണം ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം ഇതൊരു പോക്കാണല്ലോ. അതിലൊരു അല്പം നേരത്തെ അങ്ങോട്ട് പോയി അത് വഴി മനസ്സിലാകുന്നില്ല എന്ന് തോന്നിയാൽ തിരിച്ചു വന്നറിയാവുന്നവരോട് ചോദിച്ചിട്ട് പിന്നെ യാത്ര ചെയ്യാമല്ലോ. പക്ഷെ മര്യാദയും അതാണ്. അല്ലാതെ അവിടെ നിന്ന് കറങ്ങരുത്. ശാസ്ത്രത്തിന് എന്നെയും നിങ്ങളെയൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വഴിതെറ്റിപ്പോയി, വണ്ടി കുറച്ച് ദൂരം മുന്നോട്ട് ഓടി. ആ ശ്രമം തീരുമ്പോഴാണല്ലോ ഈ ശ്രമം തുടങ്ങുന്നത്. ഗൃഹസ്ഥന്മാർക്കൊരു ആശ്രമം പണിയണമെന്നൊക്കെ തോന്നുന്നത് നല്ലതാണ്, ഇത് പ്രോത്സാഹനീയമാണ്. ഒരാളെ അവിടെ മഠാധിപതിയാക്കണമെന്ന് സ്വപ്നം കാണുന്നതും അനുകരണീയമാണ്. നിങ്ങളെ ആക്കണമെന്ന് വിചാരിച്ചാൽ ഒരു കാവ്യമൊക്കെ കൊടുത്ത് അവിടെ ഇരുന്നോളുക. നിങ്ങളല്ലാന്ന് അവൻ കൂടി തീരുമാനിച്ചാൽ പോരുക. ഏത് ശാന്തിക്കാരനെ നിയമിക്കണം എന്നുള്ളത് ദൈവമൊന്നും അല്ലല്ലോ തീരുമാനിക്കുന്നത്, കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. സുഷുപ്തിയെയും അതിക്രമിച്ച് തുരീയത്തിലെത്തി യാതൊരു ഭീതിയുമില്ലാത്ത നിർഭയത്വത്തിൻ്റെ ലോകങ്ങളിൽ, ആനന്ദത്തിൻ്റെ ലോകങ്ങളിൽ സ്വപ്നങ്ങളുണ്ടോ? ജാഗ്രതുണ്ടോ? പ്രപഞ്ചവിധാനീയതയുണ്ടോ? ഇതൊന്നുമില്ല. എല്ലായിടവും പ്രളയജലം കയറി മൂടിയാൽ പിന്നെ അതിനിടെ കിണറും കുളമുണ്ടോ? തൻ്റെ ബോധസത്ത സമസ്തത്തെയും അതിലംഘിച്ച് പ്രളയബാധിതമായി നിൽക്കുമ്പോൾ അതിനിടയിൽ എവിടെയാണ് കിണർ, എവിടെയാണ് കുളം? അമൃതാംബുതിയിൽ മുങ്ങിത്താഴുമ്പോൾ ആനന്ദ പ്രളയത്തിൽ കിടക്കുന്നവന് പിന്നെ ക്ഷുദ്ര സുഖങ്ങളുണ്ടോ? ചോദ്യം മനസ്സിലായില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങേ തലയാണ്. അത് ഉദരം ഉപാസിച്ചുണ്ടാകുന്നതാണ്, ഹൃദയം ഉപാസിച്ചുണ്ടാകുന്നതാണ്. ഉപാസനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സ്വപ്നങ്ങളൊക്കെ ഒന്ന് ചിറക് വിടർത്തി പറന്നത് എടുത്തു നോക്കണം. ആ സ്വപ്നങ്ങളിൽ ചിലത് അറിവ് കൊണ്ടില്ലാതാവും, മനസ്സിലായില്ല. ചിലത് തനിയെ ഇല്ലാതാവും, ചിലത് ചെയ്താലില്ലാതാവും, ചിലത് സ്വയമേവ വന്നില്ലാതാവും, മനസ്സിലായില്ല. ചില സ്വപ്നങ്ങൾ കുറച്ചു നേരം കണ്ടു കഴിയുമ്പോഴേക്ക് വിട്ടുപോകും. പണ്ടിങ്ങനെ കണ്ടതാണെന്നൊക്കെ ഓർക്കും. ഇല്ല, പക്ഷെ സ്വപ്നങ്ങളുണ്ട്. ഗാർഹസ്ഥ്യത്തിൽ സ്വപ്നങ്ങളുണ്ട്, ഇന്ദ്രിയമുണ്ട്, ഇന്ദ്രലോകങ്ങളും ഉണ്ട്, അതെല്ലാം ഉണ്ട്. ഗാർഹസ്ഥ്യത്തിൽ ഈ സാധനം എല്ലാം ഉണ്ട്. അത് വളരെ ചാരുവായി അനുഭവിക്കണം. അല്ല അന്നേരം ഇരുന്ന് വേദാന്ത അനുഭവിക്കരുത്. അവസാനം അതുമില്ല ഇതുമില്ല, അമ്മയുടെ ദീക്ഷയില്ല എന്ന് പറയുന്ന അവസ്ഥയിലെത്തും. അത് അനുഭവിച്ചവർ പറഞ്ഞ വാക്കാണ്. അനുഭവിക്കാത്തവനിത് പൊക്കി നടക്കുമ്പോൾ വരുന്ന വൈകല്യം വളരെ വലുതാണ്. ഭോഗം അനുഭവിച്ചു തീരില്ല. സ്വപ്നങ്ങളിൽ ചിലത് സ്വപ്നം അനുഭവിക്കുമ്പോൾ ഇല്ലാതാവും, ചില സ്വപ്നങ്ങൾ തനിയെ ഇല്ലാതാവും, ചില സ്വപ്നങ്ങൾ യാദൃച്ഛികമായി പ്രകൃതി തന്നില്ലാതാവും. അപ്പോഴെല്ലാം ആദ്യമുള്ള ബോധം നോക്കി നിൽക്കുന്നവനായി ഉണ്ടാവണം, എങ്കിലേ ഇല്ലാതാവും. അല്ലാതെ കാമനയോടുകൂടി ഇത് അനുഭവിച്ച് സ്വപ്നങ്ങളൊന്നും തീരില്ല.
അതിൽ നിന്ന് ഒട്ടേറെ പുതിയ സ്വപ്നങ്ങളുണ്ടാവും. കൃത്യമായ ബ്രഹ്മചര്യനിഷ്ഠ, കൃത്യമായ ഗാർഹസ്ഥ്യം, ആ ഗാർഹസ്ഥ്യത്തിൽ ഓരോ ബോധവും ഉടവാകുന്നത്, ഓരോ കർമ്മത്തിലും ഓരോ സങ്കല്പത്തിലും ആ സുഷുപ്തി നിലനിൽക്കുന്നത്, അത് സ്വപ്നമായി വിടരുന്നത്, അത് ജാഗ്രതായി പരിണമിക്കുന്നത് നോക്കി നിൽക്കുകയാണെങ്കിൽ പലതും ഉണ്ടായിടത്ത് വെച്ച് തന്നെ അസ്തമിക്കും. ചിലത് അസ്തമിക്കില്ല. പ്രാരബ്ധമെന്നോർത്ത് ഏതിന്ദ്രിയം, ഏത് ശരീരം, ഏത് ഭാവം അതിന് വിട്ടുകൊടുക്കണമോ അതിനെ ചെന്നായിക്ക് മാംസം എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എറിഞ്ഞു കൊടുക്കുക. ലാഘവത്തോടെ